സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് കൈരളി ന്യൂസിൻ്റെ റിപ്പോർട്ടർമാർ. കൊച്ചിയിൽ നിന്ന് സാലി ചേരുന്നു. സാലി, കൊച്ചി നമുക്കറിയാം, കൊച്ചി എപ്പോഴും ഒരു വലതുപക്ഷ ചായ്വുള്ള ഒരു മണ്ഡലമാണ്. ഇത്തവണ KJ ഷൈൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഷമ്മി, അപ്രതീക്ഷിതമായി വന്ന സ്ഥാനാർത്ഥി UDFിൻ്റെ പ്രചരണ രംഗത്തെ പ്രതീക്ഷകളെ തകിടം മറിച്ച ഒരു വാശിയേറിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എന്ന് തന്നെ പറയാം. ഏതായാലും പല കാരണങ്ങളുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ നാളത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ UDFിന് തന്നെയായിരുന്നു എല്ലാ കാലത്തും മേൽക്കൈ. സെബാസ്റ്റ്യൻ പോൾ 70,000 വോട്ടിന് ഒക്കെ ജയിച്ച ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ വലിയ മെജോറിറ്റിയിൽ UDF ജയിച്ചിരുന്ന മണ്ഡലമാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്ക് 1,69,200 വോട്ടുകൾക്കാണ് ഹൈബി ഈഡൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം നിലനിർത്തിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ UDF സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ച മണ്ഡലമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തകിടം പറഞ്ഞത് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം, ഒട്ടേറെ വ്യക്തിബന്ധങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥി, അതായത് പരമ്പരാഗത ഇടത് വോട്ടുകൾക്കപ്പുറം വോട്ടുകൾ നേടാൻ സഹായിക്കും എന്നെല്ലാവരും കരുതുന്ന ഒരു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ രംഗത്ത് വന്നത് UDF കേന്ദ്രങ്ങളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിനനുസരിച്ച് ശക്തിയേറിയ മത്സരം നടക്കുകയും ചെയ്തു. ഇടതുപക്ഷം 2-3 കാരണങ്ങളാൽ ഒരു അട്ടിമറി മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇടത് വോട്ടുകൾക്കൊപ്പം പരമ്പരാഗത ഇടത് വോട്ടുകളുടെ കൂടെ KJ ഷൈൻ ടീച്ചർ നേടുന്ന വ്യക്തിപരമായ അവരുടെ വ്യക്തിബന്ധങ്ങൾ കൂടി ചേർത്തുള്ള വോട്ടുകൾ കൂടി കൂട്ടിച്ചേർത്താൽ ഈ മണ്ഡലത്തിൽ ഒരു മജോറിറ്റിയിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷ. മറ്റൊന്ന്, ഈ മണ്ഡലത്തിൽ വികസനം ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ്. മെട്രോ നഗരമാണ് എന്നതുകൊണ്ട് തന്നെ വികസനം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ടു. പിണറായി സർക്കാർ ഈ മണ്ഡലത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. ആ പദ്ധതികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചരണമാണ് LDF നടത്തിയത്. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വിശേഷിച്ചും ഇടത് വോട്ടുകൾക്ക് പുറത്തുള്ള സമ്പന്ന മധ്യവർഗ വോട്ടുകളിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇടത് വോട്ടുകൾക്ക് പുറത്തുള്ള കുറച്ച് വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും. മറ്റൊന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,69,000 കണക്കിനപ്പുറത്തേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആകെ UDFിൻ്റെ ഭൂരിപക്ഷം 9,000-ലധികം മാത്രമായി ചുരുങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഈ 3 സാഹചര്യങ്ങളാൽ ഒരട്ടിമറി ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു എറണാകുളത്ത് എന്നുള്ളതാണ് സാഹചര്യം. UDF പക്ഷേ പറയുന്നത് ഒരട്ടിമറിയും തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു മജോറിറ്റിക്ക്, മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിന് ഹൈബി ഈഡൻ ഈ മണ്ഡലം നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. അതിന് കുറേ ഘടകങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സമ്പന്നമായ ഒരു വ്യക്തിബന്ധങ്ങളുണ്ട്, വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്, ഒപ്പം സാമുദായിക ബന്ധങ്ങളുണ്ട്. അതൊക്കെ UDF+ വോട്ടുകളായി മാറും എന്നാണ് UDFിൻ്റെ ഒരു അവകാശവാദം. ആ അവകാശവാദത്തിൻ്റെ പിൻബലത്തിലാണ് മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്തും എന്ന് UDF കരുതുന്നത്. അട്ടിമറി LDF പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാരണങ്ങൾ കൊണ്ടുമാണ്. ഏതായാലും നാളെ ഒരു 11-12 മണിയോടുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തത വരും. ആകാംക്ഷയിലാണ് എറണാകുളത്തെ വോട്ടർമാരും രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയാം. അട്ടിമറിക്കുള്ള സാധ്യതയാണ് ഇടതുപക്ഷം കൊച്ചിയിൽ, എറണാകുളത്ത് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നു അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി.